ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മദാരി മോട്ടോഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത് സൗത്ത് കൊറിയൻ കാർ നിർമ്മാണ കമ്പനിയായ ഹുണ്ടായിയുടെ രണ്ട് കിടിലം വണ്ടികളുമായിട്ടാണ്. 2015 മോഡലിലുള്ള i10 ഗ്രാൻഡും 2012 മോഡലിലുള്ള i20യുമായിട്ടാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. 2015 മോഡൽ സ്പോർട്സ് ഓപ്ഷൻ വരുന്ന i10 ഗ്രാൻഡ് പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഫുൾ കമ്പനി സർവീസ് ആണ് ഉള്ളത്. 77,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. യാതൊരു മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വണ്ടിക്കില്ല. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 4 ടയറും ഒരു ആവറേജ് ഒരു 70% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഹുണ്ടായിൻ്റെ ലോഗോയുടെ സ്റ്റാമ്പിങ് കൊടുത്തിട്ടുണ്ട്. i10 ഗ്രാൻഡ് സ്റ്റാമ്പിങ് ഉണ്ട്. പിന്നെ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. ഈ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിലും നല്ല സാധനം കൊണ്ടാണുള്ള നല്ലൊരു അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെപ്പിന് ടയർ ഇതിൻ്റെ അടിഭാഗത്തുണ്ട്. ഇവിടെയാണ് ജാക്കി ലിവറൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് ബാക്ക് സൈഡും ഉള്ളത്. റിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഡാഷ്ബോർഡ് ആണെങ്കിലും റൂഫ് ആണെങ്കിലും സീറ്റ് കവർ ആണെങ്കിലും നല്ല ക്വാളിറ്റിയോടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മിറർ ഫോൾഡിങ് മിറർ അഡ്ജസ്റ്റ്മെന്റും വരുന്നുണ്ട്. ഈ സ്റ്റാരിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ കോളിംഗ് ബട്ടണും പിന്നെ സെറ്റിങ്ങിൻ്റെ വോയിസ് കൺട്രോളിംഗ് ഒക്കെ വരുന്നുണ്ട്. ഡാഷ്ബോർഡിലേക്ക് നോക്കുമ്പോൾ AC-യുടെ 4 എയർ ഫ്ലോർ വരുന്നുണ്ട്. മൊബൈൽ ചാർജിങ്ങിന് സ്ലോട്ട് വരുന്നുണ്ട്. USB പ്ലോട്ട് വരുന്നുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിലും AC-യുടെ എയർ ഫ്ലോറിങ് ബാക്കിലും വരുന്നുണ്ട്. കൂടുതൽ കാണുന്നത് നമ്മൾ 7 സീറ്ററിലാണ് കാണുന്നത്. 5 സീറ്ററിൽ AC-യുടെ എയർ ഫ്ലോർ ബാക്കിൽ വരില്ല. പക്ഷേ i10 ഗ്രാൻഡിന് ബാക്കിലും ഒരു AC-ന്റെ എയർ ഫ്ലോർ വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവറൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവറൊക്കെ അവൈലബിൾ. എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. യാതൊരു ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. 4 സിലിണ്ടറാണ് വണ്ടി വരുന്നത്. അപ്രോണും കാര്യങ്ങളൊക്കെ പഞ്ചും കാര്യങ്ങളും പേസ്റ്റോ ഒന്നും ഇളകിയിട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് ഉള്ളത്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. യാതൊരു മെക്കാനിക് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും നിലവിലില്ല. ഇനി നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് 2012 മോഡലിലുള്ള ഫ്ലൂയിഡിക് ടൈപ്പ് വരുന്ന i20യുമായിട്ടാണ്. ഏറ്റവും ഫുൾ ഓപ്ഷനായ ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ആസ്റ്റയാണ് ഓപ്ഷൻ വരുന്നത്. 1,03,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. യാതൊരു മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് വണ്ടി ഉള്ളത്. ഇനി എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റൂഫിൽ നല്ല ബ്ലാക്ക് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. നല്ല കിടിലം 4 അലോയ്വുകൾ കൊടുക്കുന്നുണ്ട്. ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 60% മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 2 എയർ ബാഗ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ ഡുവൽ കളറിൽ വരുന്നുണ്ട്. AC 4 ഡോർ പവറിൻ്റെ പവർ സ്റ്റാരിങ് വരുന്നുണ്ട്. മിറർ ഫോൾഡിങ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. സ്റ്റാരിങ് നോക്കുകയാണെങ്കിൽ കോളിംഗ് ബട്ടൺ ഉണ്ട്. സിസ്റ്റം വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. ഡാഷ്ബോർഡുമ്പോൾ 4 AC-യുടെ എയർ ഫ്ലോർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ USB പ്ലോട്ട് ഉണ്ട്. OX പ്ലോട്ട് ഉണ്ട്. മൊബൈൽ ചാർജിങ്ങിൻ്റെ ഒരു പ്ലോട്ട് വരുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലാണെങ്കിൽ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. സീറ്റ് കവർ ആണെങ്കിലും റൂഫ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റിവേഴ്സ് അടക്കം A ഗിയറാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ബാക്ക് വൈഫർ വരുന്നുണ്ട്. ഈ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സാധനം കൊള്ളാനുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെപ്പിൻ ടയർ ആണെങ്കിൽ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയോടെ തന്നെയാണ് എഞ്ചിൻ ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത്. നിലവിൽ യാതൊരു മെക്കാനിക്കും കാര്യങ്ങളും ചെയ്യാനൊന്നുമില്ല. അപ്രോണൊക്കെ സ്റ്റാമ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 സിലിണ്ടറാണ് വണ്ടി വരുന്നത്. ഡീസൽ എഞ്ചിനുള്ള 4 സിലിണ്ടറാണ് വണ്ടി ഉള്ളത്. ഇതിൻ്റെ റീപ്ലേസ് ആയിട്ട് 2 റീപ്ലേസ് ആണ് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 24,000 ബോണറ്റ് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഗ്ലാസ് ആണെങ്കിൽ ഒരു 70,000 കിലോമീറ്റർ ആയപ്പോൾ കമ്പനി തന്നെ റീപ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 2 ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹുണ്ടായിയുടെ നല്ല ബ്ലാക്ക് കളറിൽ നല്ലൊരു ലോഗോ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് i10 ഗ്രാൻഡിനാണെങ്കിൽ 3,30,000 രൂപയാണ്. ചെറുതായിട്ട് മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി i20ലോട്ട് വരികയാണെങ്കിൽ 2,77,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇതും നമുക്ക് ചെറുതായിട്ട് നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ്. നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.